ഞാൻ എല്ലാ പോലീസിനെയും വിളിച്ചു പറഞ്ഞു, സാറേ ഒരു എസ്കോർട്ട് വേണം. കാരണം ഇത്രയും ട്രാഫിക് ഉണ്ട്, അതൊരു ഉച്ച സമയം കൂടാ, ട്രാഫിക് ഉണ്ട്. ആ അത് ഓക്കെയാണ്, സെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പുളിഞ്ചോട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ സൈഡിൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പോയ പോലും പറഞ്ഞില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ചവിട്ടി വിട്ട്. ചവിട്ടി വിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എൻ്റെ മനസ്സിൽ ആ ബാക്കിലിരിക്കണ എൻ്റെ കുഞ്ഞെന്ന ചിന്തയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഗ്ലാസ് താത്തു, AC ഓഫാക്കി പറപ്പിച്ചു. നേരെ കൊണ്ടുവന്നു അവിടുത്തെ നിയോനേറ്റലിൻ്റെ ICU ഉണ്ടാവും, അവിടെ ബാക്കിൽ കൂടെ ആണത്. അവിടെ ചെന്ന് അവിടുന്ന് കൊച്ചിനെ എടുത്തോണ്ട് ഓടി, അതിനകത്തോട് ഓടി. അതൊരു നോർത്ത് ഇന്ത്യൻസിൻ്റെ കൊച്ചായിരുന്നു. അവരാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അതൊരു വലിയ ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നിരാശ കൊണ്ട് വിഷമിച്ച സന്ദർഭം ഏതാ? ഇല്ല, അങ്ങനെ ഇതുവരെ ഒരു ഇൻസിഡൻറ്റ് ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻസിഡൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അറ്റാക്ക് വന്ന ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാണ് പറഞ്ഞത്. കാട്ടാക്കടയിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ എടുത്തിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിക്ക് കാർഡിയക് അറസ്റ്റായി. അപ്പോൾ ആ ടൈമിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുള്ളിനെ ഹോസ്പിറ്റലിൽ കയറുന്നതിന് കുറച്ച് ജസ്റ്റ് മുമ്പാണ്, തൊട്ട് മുമ്പാണ് കാർഡിയക് അറസ്റ്റിലോട്ട് പോയിട്ട് അങ്ങോട്ട് കയറി ചെന്ന് അകത്തെത്തിയപ്പോൾ ആൾ മരിച്ചു. ഈ രോഗിക്കൊപ്പം കയറുന്ന ആളുകൾ ഉണ്ടാവില്ല പലപ്പോഴും, ആംബുലൻസിൽ രോഗിക്കൊപ്പം കയറുന്ന, ഈ അവരുടെ ഭാഗത്തു നിന്നുള്ള ബിഹേവിയറിൽ എന്തൊക്കെയാ കറക്റ്റ് ചെയ്യേണ്ടത്? അത് ഒരു കാര്യമുണ്ട്. ഈ ലാസ്റ്റ് ടൈം ഞാൻ ഒരു ആക്സിഡന്റ് കേസ് എടുത്തിട്ടുണ്ടായി, RTA. അപ്പോൾ ഒരു പയ്യനാണ്. RTA ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ്. അതൊരു പയ്യനായിരുന്നു. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുക, അമ്മയാണ് ബാക്കിൽ കയറി. ബാക്കിൽ കയറിയ പാടെ വണ്ടി എടുത്തു. വണ്ടി എടുത്തതിനോട് പറഞ്ഞൊരു കാര്യം, എന്തിനാ ഇത്ര സ്പീഡിൽ പോന്നേ? ആ പയ്യൻ മരിക്കാൻ കിടക്കുക, ഓൾറെഡി ഫുൾ ഇഞ്ചുറിയാണ്.